നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2023 ലെവിറ്റോവ് ചെസ് ടൂർണമെന്റിന്റെ മൂന്നാം റൗണ്ടിൽ ചെസ് ഇതിഹാസം വിശ്വനാഥൻ ആനന്ദും അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ വെസ്ലി സോയും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഇതൊരു റാപ്പിഡ് ഗെയിമാണ്. 10 മിനിറ്റും 5 സെക്കൻഡ് ഇൻക്രിമെന്റുമാണ് ടൈം കൺട്രോൾ. ഈ ഗെയിമിൽ ആനന്ദ് വൈറ്റ് സൈഡും സോ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഫ്രഞ്ച് ഡിഫൻസ് ആണ്. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ എക്സ്ചേഞ്ച് വേരിയേഷനിലേക്കോ അഡ്വാൻസ്ഡ് വേരിയേഷനിലേക്കോ പോകുന്നില്ല, പകരം നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ പോൺ വെച്ച് പോന്നോട്ടാം, അല്ലെങ്കിൽ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ പിൻ ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല, പകരം നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്ലാസിക്കൽ വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇവിടെ E5 ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. സ്റ്റെനിസ് വേരിയേഷൻ ആണ്. ബ്ലാക്ക് നൈറ്റിനെ D7 മൂവ് ചെയ്യുന്നു. ഇനി ഇവിടെ C5 ചെയ്തുകൊണ്ട് ഈ പോണിനെ എടുത്ത് ഒഴിവാക്കിയ ശേഷം E5 പോണെതിരെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആദ്യം തന്നെ F4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് സപ്പോർട്ട് എടുക്കുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. ആ പോണിന് ഇപ്പോൾ 2 പീസുകളുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോഴും ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം അടുത്ത നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കും നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ബിഷപ്പിനെ E3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റ് ഇവിടെ ക്വീൻ സൈഡിലേക്കാണ് കാസ്റ്റിംഗ് ശ്രമിക്കുന്നത്. അതിനായിട്ട് ആദ്യം ക്വീനെ D2 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് A6 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ B5 മൂവ് ചെയ്തുകൊണ്ട് പോണുകളെ മുന്നോട്ട് കൊണ്ടുവന്ന് ക്വീൻ സൈഡിലേക്ക് സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് കൊടുക്കാനാണ് ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്യുന്നില്ല, ആദ്യം ഈ പോണുകളെ ഇവിടെ നിന്ന് ഒഴിവാക്കാണ്. പോൺ വെച്ച് പോണോട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചോട്ടുന്നു. ഇതോടെ ബ്ലാക്കിന്റെ 2 നൈറ്റുകളും ക്വീൻ സൈഡിലേക്ക് അറ്റാക്കിന് റെഡി ആയിരിക്കുകയാണ്. ആ നൈറ്റുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ക്വീനും എപ്പോൾ വേണമെങ്കിലും ഗെയിമിലേക്ക് വരാം. അതുകൊണ്ട് വൈറ്റ് ഇപ്പോഴും കാസ്റ്റിംഗ് ചെയ്യുന്നില്ല, പകരം ആ ക്വീൻ A5 വരുന്നത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം A3 ചെയ്തുകൊണ്ട് ഈ B4 സ്കോറിലേക്ക് ഒരു കൺട്രോൾ വരുന്നു. ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിന്റെ ഭാഗത്തു നിന്നും വളരെ മികച്ചൊരു മൂവരാണ്. ക്വീനെ F2 കൊണ്ടുവരുന്നു. ഇതോടെ വൈറ്റിന്റെ ക്വീൻ ബ്ലാക്കിന്റെ കിങ്സിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഈ C5 നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ നൈറ്റിന് മുന്നോട്ട് വരാനോ അല്ലെങ്കിൽ ക്വീൻ വെച്ച് സപ്പോർട്ട് കൊടുക്കാനോ പറ്റില്ല. ക്വീൻ വെച്ച് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ B4 കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് വരുമ്പോൾ ബ്ലാക്കിന് ഒരു നൈറ്റ് നഷ്ടമാകും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ B6 കൊണ്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ B6 ചെയ്തതോടെ ഈ ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ആയിരിക്കുകയാണ്. അതിനുശേഷം വൈറ്റ് ക്വീൻസിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ക്വീനെ C7 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കും ഇവിടെയുള്ള അവസാനത്തെ പീസിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ B7 ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിന് ഈ ഡയഗണലിലേക്ക് ഉണ്ടായിരുന്ന ഒരു കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈറ്റ് ഇവിടെ ഈ സെന്ററിലെ പോണിനെ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ തന്നെ പോണ് വെച്ച് പോൺ അറ്റാക്ക് ആണെങ്കിൽ ബ്ലാക്കിന് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഈ പോൺ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ E5 പോണുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് ആദ്യം നൈറ്റ് വെച്ച് ആ പോണിനെ എടുക്കാം. ആ നൈറ്റിന് ക്വീൻ്റെ സപ്പോർട്ടും കിട്ടും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ പോൺ വെച്ച് പോൺ അറ്റാക്ക് ചെയ്യുന്നില്ല, പകരം ക്വീനെ G3 മൂവ് ചെയ്തുകൊണ്ട് ഈ ഡയഗണലിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇനി നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ പോൺ വെച്ച് പോൺ അറ്റാക്ക് ചെയ്ത ശേഷം നൈറ്റിനെ സെന്ററിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇവിടെ വൈറ്റിന്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ബ്ലാക്കും കളിക്കുന്നത്. ബ്ലാക്ക് ഇവിടെ F5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ പോണിനെയും ബിഷപ്പിനെയും ബ്ലോക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ എൻ പാസിലൂടെ ആ പോണിനോട് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ആദ്യം ഒരു ചെക്കോടുകൂടി വൈറ്റിന്റെ ബിഷപ്പിനോട്ട് എടുക്കാം. ഇപ്പോൾ ചെക്ക് ആയതുകൊണ്ട് തന്നെ ആ നൈറ്റിനോട്ട് എടുക്കേണ്ടി വരും. അതിനുശേഷം റൂക്ക് വെച്ച് ആ പോണിനെ എടുത്തുകൊണ്ട് വൈറ്റിന്റെ എല്ലാ അറ്റാക്കും ബ്ലാക്കിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ എൻ പാസിലൂടെ ആ പോണിനോട്ട് എടുക്കുന്നില്ല, പകരം ചെക്കോടുകൂടി ബിഷപ്പിനോട്ട് എടുക്കാനുള്ള സാധ്യത ഇല്ലാതൊക്കെയാണ് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ B1 മൂവ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിലും നൈറ്റ് വെച്ച് ആ ബിഷപ്പിനോട് നിന്ന് ഒഴിവാക്കാം. എന്നാൽ ബ്ലാക്ക് ഇവിടെ മറ്റൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് B5 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ പോൺ വെച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാനും വൈറ്റ് പോൺ വെച്ച് പോണിട്ടുമ്പോൾ നൈറ്റ് വെച്ച് തിരിച്ചിട്ടിക്കൊണ്ട് നൈറ്റിനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്കോറിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം വൈറ്റിന്റെ കിങ്ങുള്ള ഈ B5 ഓപ്പൺ ചെയ്യാനാണ് ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആനന്ദ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം മറ്റൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അതായത് ഇപ്പോൾ വൈറ്റിന്റെ നൈറ്റും ക്വീനും ഉപയോഗിച്ച് ബ്ലാക്കിന്റെ കിങ് സൈഡിലേക്ക് നല്ലൊരു അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ F5 പോണിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ വൈറ്റിന്റെ ഈ ബിഷപ്പും വളരെ സ്ട്രോങ് ആകും. ഏത് സമയത്താണെങ്കിലും ആ ബിഷപ്പും നൈറ്റും തമ്മിൽ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം ഒറ്റ മൂവ് കൊണ്ട് പരിഹരിക്കുകയാണ്. അതിനായിട്ട്
ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഒരു നൈറ്റ് നഷ്ടമായതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് തന്നെ തിരിച്ചെട്ടേണ്ടവരാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇതോടെ ബ്ലാക്കിന്റെ ബിഷപ്പിന് ഈ ഡയഗണിലേക്ക് കൊണ്ടുവരുന്ന കൺട്രോൾ നഷ്ടമായിട്ടുണ്ട്. വൈറ്റ് ഇപ്പോൾ തന്നെ നൈറ്റിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നില്ല. ആദ്യം ക്വീനിനെ H3ലേക്ക് കൊണ്ടുവരുന്നു. ഇനി നൈറ്റിനെ കൂടെ G5ലേക്ക് കൊണ്ടുവന്ന ശേഷം വളരെ വേഗത്തിൽ ഇവിടെ ഒരു ചെക്ക്മേറ്റ് കൊടുക്കുകയാണ് വൈറ്റിന്റെ ഉദ്ദേശം. ഇപ്പോൾ നൈറ്റ് G5ലേക്ക് വരുന്ന തടയുന്നതിനായിട്ട് ബ്ലാക്ക് H6 മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് G4 മൂവ് കൊണ്ട് ഈ G5 ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ഈ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ആകും. വൈറ്റ് ക്വീൻ വെച്ച് പോണിനെ തിരിച്ചുവിട്ടുന്നതോടെ ഈ G5 കൂടെ ഓപ്പൺ ആകുകയും വൈറ്റിന്റെ അറ്റാക്ക് വളരെ സ്ട്രോങ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ H6 മൂവ് ചെയ്യുന്നില്ല. പകരം G6 മൂവ് ചെയ്തുകൊണ്ട് H7ലെ പോണിനെ ക്വീന് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. G4 മൂവ് ചെയ്തുകൊണ്ട് F5ലെ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ക്വീൻ വെച്ച് തിരിച്ചോട്ടിയ ശേഷം H5ലെ പോണിനെ മുന്നോട്ട് കൊണ്ടുപോയി ഈ H5 കൂടെ ഓപ്പൺ ചെയ്യാനാണ് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഈ H5ലും ബിഷപ്പിന്റെ ഡയഗണലും ഒരുമിച്ച് ഓപ്പൺ ആകാൻ സാധ്യതയുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം നേരത്തെ കണ്ട അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. G4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റ് പോൺ വെച്ച് പോണിട്ടുമ്പോൾ ബ്ലാക്കിനെ നൈറ്റ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് A2 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നതോടൊപ്പം ബിഷപ്പിനെതിരെ അറ്റാക്കും കൊടുക്കുക എന്നതാണ് ബ്ലാക്കിന്റെ പ്ലാൻ. എന്നാൽ ആനന്ദ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുകയോ അല്ലെങ്കിൽ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുകയോ ചെയ്യുന്നില്ല. പകരം പോൺ വെച്ച് F5ലെ പോണെടുത്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ പോൺ വെച്ച് തിരിച്ചോട്ടുകയാണെങ്കിൽ D5ലെ പോണുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വൈറ്റിനെ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം ക്വീനിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ പോണിനെ വെട്ടിയെടുക്കാൻ കഴിയും. അല്ലാതെ ഈ പോൺ വെച്ച് വിട്ടുന്നതിന് പകരം G പോൺ വെച്ചാണ് വെട്ടിയെടുക്കുന്നതെങ്കിൽ ഈ G5 ഓപ്പൺ ആകും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ രണ്ട് പോൺ വെച്ചും പോൺ എടുക്കുന്നില്ല. പകരം ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ് പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇപ്പോൾ ഈ B2ലെ പോണിനെതിരെ അറ്റാക്ക് ആണെങ്കിലും വൈറ്റ് ഇവിടെ പോൺ വെച്ച് പോണിട്ടാനോ അല്ലെങ്കിൽ ആ പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ ശ്രമിക്കുന്നില്ല. പകരം പോൺ വെച്ച് G6ലെ പോണിനെടുത്തുകൊണ്ട് H7ലേക്ക് ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നതോടൊപ്പം ക്വീൻ്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ H7ലെ പോണിന് ക്വീൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എന്തായാലും ക്വീൻ വെച്ച് ഇങ്ങനൊരു ചെക്ക് മേലുള്ള സാധ്യതയില്ല. എന്നാൽ പോൺ വെച്ച് പോണിട്ടുകൊണ്ട് ചെക്ക് വരികയാണെങ്കിൽ ബ്ലാക്കിന് കിങ്ങിനെ ഈ H8 സ്കോറിലേക്ക് മാറ്റാം. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ രണ്ട് അറ്റാക്കുകളും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം ക്വീന് വെച്ച് E6ലെ പോണിലുള്ള അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ E8ലേക്ക് കൊണ്ടുവന്ന് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ആനന്ദിന്റെ ഭാഗത്തു നിന്നും വീണ്ടും വളരെ മികച്ചൊരു മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ അദ്ദേഹം പലതരത്തിലുള്ള അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് G7 മൂവ് ചെയ്തുകൊണ്ട് ആ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുക എന്നതാണ്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിനിവിടെ രണ്ട് തരത്തിലുള്ള ഡിഫൻസ് ഉണ്ട്. ഒന്നുകിൽ ഇപ്പോൾ തന്നെ ക്വീൻ വെച്ച് ആ പോണിനെ വെട്ടി മാറ്റിക്കൊണ്ട് H7ലെ പോണിനെ സപ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ അറ്റാക്കുള്ള റൂക്കിനെ തന്നെ F5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോകാം. ആ രണ്ട് വേരിയേഷൻ നോക്കിയാലും വൈറ്റിനെ ഗെയിം വിജയിക്കാൻ കഴിയുമെങ്കിലും അദ്ദേഹം ഇവിടെ കുറച്ചുകൂടെ വേഗത്തിൽ വിജയിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പോണിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. പകരം ആ പോണിനൊരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ G1ലേക്ക് കൊണ്ടുവന്ന് പോണിനെ സപ്പോർട്ട് കൊണ്ട് തന്നെ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. അതൊരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ്. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് റൂക്കിനെ വെട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചെട്ടുന്നു. ഇനി അടുത്ത മൂവിൽ വൈറ്റ് G7 മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുമ്പോൾ ആ റൂക്കിന് സേഫായിട്ട് പോകാൻ രണ്ട് സ്ക്വയറല്ലേ ഉള്ളൂ. ഒന്നുകിൽ F7ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ റൂക്ക് വെച്ച് F4ലെ പോൺ എടുക്കാം. റൂക്ക് F7ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീന് വെച്ച് H7ലെ പോൺ ഇട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ അഡ്വാൻസ് ആയിട്ട് റൂക്കിനടുന്ന് മാറ്റാണ്. റൂക്ക് വെച്ച് F4ലെ പോണിനെ വിട്ടെടുക്കുന്നു. ഇപ്പോഴും പോൺ വെച്ച് പോൺ ഇട്ടെടുത്തുകൊണ്ട് ഡബിൾ ചെക്ക് വരികയാണെങ്കിൽ കിങ്ങിന് H8ലേക്ക് മൂവ് ചെയ്യാമെന്നതിനാണ് ബ്ലാക്ക് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോൺ എടുക്കുന്നില്ല. പകരം ഗെയിമിലെ തന്നെ ഏറ്റവും മികച്ച മൂവാണ് അടുത്തായിട്ട് വൈറ്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വേഗത്തിൽ ഒരു ചെക്ക്മേറ്റ് ഇട്ടതിന് വേണ്ടി അദ്ദേഹം ഇവിടെ ഒരു സാക്രിഫൈസ് ചെയ്യാണ്. ക്വീന് വെച്ച് E6ലെ പോൺ എടുത്തുകൊണ്ട് ക്വീനിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മൂവിൽ
പോൺ വെച്ച് H7 പോൺ എടുത്തുകൊണ്ട് ഇങ്ങനൊരു ചെക്ക് കൊടുക്കാം. ഇത് ഡബിൾ ചെക്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കിങ്ങിനെ മാറ്റാതെ വേറെ വഴിയില്ല. ഇപ്പോൾ കിങ്ങിനെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ ഈ പോണിനെ പ്രൊമോട്ട് ചെയ്ത് ക്വീനാക്കി മാറ്റാം. ഇപ്പോൾ ഈ പോൺ പ്രൊമോഷൻ തടയുന്നതിനായിട്ട് കിങ്ങിനെ H8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റൂക്ക് G8ലേക്കൊന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ ഈ 2 സ്ക്വയറുകളേ ഉള്ളൂ. അതിൽ F8ലേക്ക് മൂവ് ചെയ്താലും ഈ പോണിനെ പ്രൊമോട്ട് ചെയ്ത് ക്വീനെ കൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കാനും കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ ഒന്നിൽ റൂക്ക് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ക്വീനെ എടുക്കാനോ അല്ലെങ്കിൽ ഇവിടെ വേഗത്തിൽ ചെക്ക്മേറ്റിനോ സാധ്യതയുണ്ട്. അല്ലാതെ കിങ്ങിനെ അഡ്വാൻസ് ആയിട്ട് F7ലേക്ക് മൂവ് ചെയ്താലും അത് തന്നെയാണ് അവസ്ഥ. പോണിനെ പ്രൊമോട്ട് ചെയ്ത് ക്വീനാക്കി മാറ്റാം. ഇപ്പോഴും ഈ കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല. ഇനിയും ഇങ്ങനെ ചെക്ക് കൊടുത്തുകൊണ്ട് വൈറ്റിന് വേഗത്തിൽ വിജയിക്കാൻ കഴിയും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷമുള്ള ഏത് വേരിയേഷൻ നോക്കിയാലും ബ്ലാക്കിന് വേഗത്തിൽ തോക്കേണ്ടി വരും. ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ അടുത്ത മൂവിൽ ക്വീൻ വെച്ച് ആ റൂക്കിനെ എടുക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ആ റൂക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കിങ്ങിനെ മൂവ് ചെയ്യുകയാണ്. കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് പോൺ വെച്ച് H7 പോൺ എടുത്തതോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇനി അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പോണിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടോ ഒരു ചെക്ക്മേറ്റാണ് വൈറ്റിൻ്റെ ലക്ഷ്യം. ഇപ്പോഴും ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോണിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. F7ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ E7ലേക്ക് മൂവ് ചെയ്താലും റൂക്ക് G7ലേക്കൊന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ കിങ്ങിന് പോകാൻ സ്പേസ് ഇല്ല. റൂക്ക് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് റൂക്ക് വെച്ച് റൂക്കിനോട്ട് വീണ്ടും ചെക്ക് വരും. അപ്പോൾ എന്നാലും കിങ് വെച്ച് തിരിച്ചോട്ടേണ്ടി വരും. ഇവിടെ ഇപ്പോൾ വൈറ്റിന് 2 രീതിയിൽ മുന്നോട്ട് പോകാം. ഒന്നുകിൽ ക്വീന് വെച്ച് ഇങ്ങനെ ഒരു ചെക്ക് കൊടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ ആ ക്വീനെ നേടിയെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയും ഇപ്പോൾ കിങ്ങിന് G7ലേക്ക് തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് ക്വീനെ G7ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ കിങ് D8ലേക്കാണ് മാറുന്നതെങ്കിൽ നൈറ്റ് വെച്ച് റൂക്കിനിട്ടുകൊണ്ട് വീണ്ടും ഫോർക്കും ചെക്ക് കൊടുക്കാനും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ചെയ്യാനും കഴിയും. അല്ലാതെ E8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ക്വീനെ നേടിയെടുക്കുന്നതിന് പകരം ക്വീനെ G8ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുക. കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ ഒരു ചെക്കോട് കൂടി ആ റൂക്കിനിട്ട് എടുക്കാം. അതിനുശേഷം ബിഷപ്പിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാനും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ ഏത് വേരിയേഷൻ നോക്കിയാലും വൈറ്റിന് വളരെ വേഗം വിജയിക്കാൻ കഴിയുമെന്ന് മനസ്സിലായിക്കൊണ്ടാണ് വൈറ്റ് പോൺ വെച്ച് പോൺ ഇട്ടപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. ഇവിടെ ഇപ്പോൾ ആദ്യം തന്നെ റൂക്ക് വെച്ച് ക്വീൻ ഇട്ടതിന് പകരം ക്വീൻ വെച്ച് ആ പോൺ എടുത്ത ശേഷം വൈറ്റ് ആ ക്വീൻ എടുക്കുമ്പോൾ വൈറ്റിന്റെ ക്വീൻ എടുക്കാന്ന് വിചാരിച്ചാലും അത് സക്സസ് ആവില്ല. കാരണം വൈറ്റിന് ഇപ്പോൾ തന്നെ ബിഷപ്പ് വെച്ച് ആ ക്വീൻ ഇടേണ്ട ആവശ്യമില്ല. ആദ്യം ക്വീനെ മാറ്റിക്കൊണ്ട് ഇങ്ങനൊരു ചെക്ക് കൊടുക്കാം. ബ്ലാക്ക് ഇപ്പോൾ ഈ അറ്റാക്കിലുള്ള ക്വീൻ വെച്ച് തന്നെ ആ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീനെ H6 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കിങ്ങിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ വെച്ച് റൂക്കിനിട്ട് എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടേക്കൊന്നും മാറാൻ കഴിയില്ല. ഇപ്പോഴും ക്വീൻ വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീൻ വെച്ച് ക്വീനോട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ കിങ്ങിനെ മൂവ് ചെയ്യാൻ ശ്രമിച്ചാലും ക്വീൻ F5ലേക്ക് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും.